ഫുട്ബോൾ എന്നാൽ ബ്രസീലാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർത്തുകൊണ്ടാണ് ആ ഫൈനൽ വിസിൽ മുഴങ്ങിയത്. കളിമിടുക്കുകൊണ്ടും സുന്ദരമായ പാസുകൾ കൊണ്ടും ലോകത്തെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ക്യാനറികൾക്ക് ഒരിക്കൽ കൂടി കണ്ണീരോടെ കളം വിടേണ്ടി വന്നിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ നോർവേയോട് അടിയറവ് പറഞ്ഞത്. മത്സരത്തിന്റെ 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡാണ് നോർവേക്കായി ഗോളുകൾ നേടിയത്. സൂപ്പർ താരം നെയ്മറാണ് ബ്രസീലിനായി ആശ്വാസ ഗോൾ നേടിയത്. കളിക്കളത്തിലെ എതിരാളികളെ കൂടാതെ പരിക്കുകളോടും പോരാടിയ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ പരാജയം വെറും ഒരു ടീമിന്റെ തോൽവിയല്ല, അത് ലോകമെമ്പാടുമുള്ള മഞ്ഞക്കുപ്പായത്തെ നെഞ്ചിലേറ്റുന്ന ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ഉള്ളുലയ്ക്കുന്ന ഒന്നാണ്. പെലെയും റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും നെയ്മറുമെല്ലാം പകർന്നു നൽകിയ ആവേശം നെഞ്ചിലേറ്റുന്നവർക്ക് ഈ പരാജയം താങ്ങാവുന്നതിലും അപ്പുറമാണ്. 2002 തങ്ങളുടെ 5ാം ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ബ്രസീലിന് പിന്നീട് നടന്ന ഒരു ലോകകപ്പിലും ഫൈനലിൽ പോലും എത്താൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം നടന്ന എല്ലാ ലോകകപ്പുകളിലും യൂറോപ്യൻ ടീമുകളോട് തോറ്റാണ് ബ്രസീൽ പുറത്തായത്. 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ബ്രസീലിനെ സിനദിൻ സിദാന്റെ ഫ്രാൻസ് മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് വീഴ്ത്തിയത്. പിന്നാലെ 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ 1-2 ഗോളുകൾക്ക് നെതർലൻഡ്സിനോട് പരാജയപ്പെട്ട് ബ്രസീൽ പുറത്തായി. 2014 ലോകകപ്പിലെ തോൽവി ആർക്കും മറക്കാനാവില്ല. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ നടന്ന സെമി ഫൈനലിൽ 1-7 ഗോളുകൾക്ക് ജർമ്മനിയോട് പരാജയപ്പെട്ട് ബ്രസീൽ പുറത്തേക്ക്. ലൂസേഴ്സ് ഫൈനലിൽ നെതർലൻഡ്സിനോടും തോറ്റ് ബ്രസീൽ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2018 റഷ്യൻ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മികച്ച ഫോമിലായിരുന്ന ബ്രസീലിനെ ബെൽജിയത്തിന്റെ സുവർണ തലമുറ കടുത്ത പോരാട്ടത്തിനൊടുവിൽ 2-1 വീഴ്ത്തി. 2022 ഖത്തർ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീൽ അടിയറവ് പറയേണ്ടി വന്നു. ഒടുവിൽ ഇന്ന് എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ ബ്രസീലിന് പുറത്തേക്കുള്ള വഴി തുറന്നു. കളിക്കളത്തിൽ അവർ ഒഴുക്കിയ വിയർപ്പിനും കണ്ണീരിനും മുൻപിൽ തോൽവി ഒരു കറുത്ത നിഴലായി വീഴുമ്പോൾ ഓരോ ആരാധകന്റെയും ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. എങ്കിലും അവർ പറയുന്നു, ഈ തോൽവിയിലും ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല. കാരണം ബ്രസീൽ എന്നാൽ വെറും ഒരു ടീമല്ല, അതൊരു വികാരമാണ്. ഇനിയും ഞങ്ങൾക്ക് വേണം. സാമ്പാ നൃത്തത്തിന്റെ താളത്തിൽ കളിക്കളത്തിൽ വിരിയുന്ന ആ മാന്ത്രിക ചുവടുകൾ. ഈ കണ്ണീർ താൽക്കാലികം മാത്രമാണ്. തോൽവികളിൽ തളരാത്ത, വീഴ്ചകളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ചരിത്രമുണ്ട് ബ്രസീലിന്. രാജാക്കന്മാർക്ക് കിരീടം താൽക്കാലികമായി നഷ്ടപ്പെടാം, പക്ഷേ അവരുടെ സിംഹാസനം എന്നും സുരക്ഷിതമായിരിക്കും. വീണ്ടും ആ മഞ്ഞക്കടൽ ഇരമ്പിയാർക്കുക തന്നെ ചെയ്യും.